നമസ്കാരം. ബംഗ്ലാദേശിലെ പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യൻ മുന്നറിയിപ്പ് അവഗണിച്ചതോ? ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അധികാരം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇതാണെന്നാണ് ആരോപണം. സേനാ മേധാവി ജനറൽ വഖാറുസ്സമാനെ 2023 കരസേനാ മേധാവിയായി നിയമിക്കുന്നതിനെതിരെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിലവിലെ വിഷയങ്ങളെ ഇന്ത്യ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. 2023 തന്നെ അട്ടിമറി സൂചന ഇന്ത്യ കൈമാറിയിരുന്നു. വഖാറുസ്സമാന്റെ ചൈന അനുകൂല നിലപാടുകളെക്കുറിച്ചാണ് ഇന്ത്യ ഹസീനയെ അറിയിച്ചത്. ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ കലാപമുണ്ടായപ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് പകരം ഷെയ്ഖ് ഹസീനയോടും സഹോദരിയോടും രാജ്യം വിടാനാണ് സൈനിക മേധാവി ആവശ്യപ്പെട്ടതെന്നതാണ് വസ്തുത. പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെയായിരുന്നു ബംഗ്ലാദേശിലെ സമരം. അതിനിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി രാഷ്ട്രീയം അടക്കമില്ലെന്നും സുരക്ഷയെ കരുതി കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ രാജ്യം വിട്ടതെന്നും മകനും മുൻ ഉപദേശകനുമായ സാജിദ് വസീദ് ജോയ് ലണ്ടനിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിലേക്കെല്ലാം അവസരമുണ്ടാക്കിയത് സേനാ മേധാവിയായി ജനറൽ വഖാറുസ്സമാനെ നിയമിച്ചതാണെന്നാണ് വിലയിരുത്തൽ. സേനാ മേധാവിയായി ജനറൽ വഖാറുസ്സമാനെ നിയമിച്ചാലുണ്ടാകുന്ന പ്രതിസന്ധികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന അജിത് ഡോവൽ മുൻകൂട്ടി കണ്ടിരുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹസീനയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഡോവൽ പരാമർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ മുന്നറിയിപ്പ് അവഗണിച്ചതിലെ പിഴവ് ഹസീനയും തിരിച്ചറിയുന്നുണ്ട്. BNP നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയയെ മോചിപ്പിക്കാനുള്ള തീരുമാനം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പാർട്ടികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ വിലയിരുത്തുന്നു. ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. 2024 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും പാർട്ടി സമ്മർദ്ദത്തെ തുടർന്നാണ് മത്സരിച്ചതെന്നുമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ രാഷ്ട്രീയ സുഹൃത്തുക്കളെ അറിയിച്ചത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ കുടുംബത്തിൽ നിന്ന് ആരെയും പിൻഗാമിയാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പിൻഗാമികൾ കൊല്ലപ്പെടുമെന്ന് അവർ ഭയന്നിരുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിലുണ്ടായിരുന്ന 30% സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സമരമാണ് കലാപമായി വളർന്നത്. പിന്നീട് ഇത് കോടതി ഇടപെട്ട് കുറച്ചു. അതിനുശേഷം വീണ്ടും സർക്കാർ കൂട്ടി. ഇതാണിപ്പോൾ വീണ്ടും പ്രതിഷേധം കൂട്ടിയത്. ആയിരക്കണക്കിന് പ്രക്ഷോഭകർ അവാമി ലീഗ് ഓഫീസുകൾക്ക് തീവെച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയായ ഗണവബൻ കയ്യേറി. ഇതിനു മുൻപ് തന്നെ ഹസീന സഹോദരിക്കൊപ്പം വസതി വിട്ടു. 15 വർഷമായി ഭരണത്തിൽ തുടരുന്ന ഹസീനയുടെ രാജിക്ക് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് ഒരു മാസം മുൻപാണ്. സുപ്രീം കോടതി ഇടപെടലോടെ അയവ് വന്ന സമരം പെട്ടെന്ന് രൂപം മാറി ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള കലാപമായി മാറിയെന്നാണ് വിലയിരുത്തൽ. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയതോടെ ന്യൂനപക്ഷ ഹിന്ദുക്കളും കടുത്ത ആശങ്കയിലാണ്. ഹിന്ദു ക്ഷേത്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് കലാപകാരികൾ രംഗത്തുണ്ട്. ഇസ്കോൺ, കാളി ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും അക്രമികൾ തകർത്തുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്കോൺ ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണം. ക്ഷേത്രത്തിലെ ജഗന്നാഥൻ, ബലദേവ്, സുഭദ്രാദേവി എന്നിവരുടെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അക്രമികൾ അഗ്നിക്കിരയാക്കിയതായി ഇസ്കോൺ വക്താവ് യുധിഷ്ഠിർ ഗോവിന്ദ പറഞ്ഞു. ഇന്നലെ 4ഓളം ക്ഷേത്രങ്ങളാണ് അക്രമികൾ തകർത്തത്. ഇതിന് പുറമെ ധാക്കയിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററും ആക്രമിക്കപ്പെട്ടു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിക്കും പലായനത്തിലും പിന്നാലെ രാജ്യത്ത് കടുത്ത അശാന്തി തുടരുകയാണ്. സൈനിക വിമാനത്തിൽ ഇന്നലെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ ആരംഭിച്ച അക്രമം ബംഗ്ലാദേശിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിവേഗം വ്യാപിച്ചു. അതിനിടെ ന്യൂനപക്ഷ വിഭാഗമായ ഹൈന്ദവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ മുസ്ലിം പള്ളികളിൽ നിന്നും ആഹ്വാനം ചെയ്ത് ഒരു വിഭാഗവും രംഗത്തുണ്ട്. പ്രക്ഷോഭ രംഗത്തുള്ള വിദ്യാർത്ഥി സംഘടനയായ ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് ഉച്ചഭാഷണങ്ങളിലൂടെ ആഹ്വാനം ചെയ്തത്.